എല്ലാവരുടെ മുമ്പിൽ ഒരു PSC എക്സാമിലേക്ക് ടോസ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് വരുന്ന PSC എക്സാമാണ് HSST VHSC ഒക്കെ. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ നമ്മൾക്ക് നമ്മുടെ സ്റ്റുഡൻസിനെ കൊണ്ട് നമ്മൾ ഫാക്കൽറ്റീസ് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ എന്നുള്ളത് ഒരു വളരെ എന്താ പറയുക, വളരെ ടീഡിയസ് ആയിട്ടൊരു ടാസ്ക് തന്നെയായിരുന്നു. അപ്പം അത് നിങ്ങളുടെ മുൻപിലേക്ക്, അല്ലെങ്കിൽ ഒത്തിരി പേര് ഇനി നമ്മുടെ നമ്മൾ ഇടുന്ന ആത്മാർത്ഥമായിട്ടുള്ള ഇഫേർട്ട് ഒത്തിരി പേര് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ റിസൾട്ടുകൾ വന്ന് അതിൻ്റെ ഒരു ഇഫക്റ്റ് ആണ് ഒത്തിരി സ്റ്റുഡൻസിനെ നമ്മളിലേക്ക് കൊണ്ടുവരുള്ളൂ അല്ലേ. അപ്പം തീർച്ചയായിട്ടും ഫാക്കൽറ്റീസ് എന്ന രീതിയിൽ ആത്മാർത്ഥമായിട്ടാണ് ടോസ് അക്കാഡമിയിൽ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മളിലേക്ക് ധാരാളം സ്റ്റുഡൻസ് വരണം. അപ്പോൾ അങ്ങനെ കുട്ടികളിലേക്ക് ടോസ് അക്കാഡമിനെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ദിവ്യയ്ക്ക് ഒത്തിരി കൺഗ്രാജുലേഷൻസ് നേരുകയാണ്. കാരണം വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, അതായത് നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് VHSC HSST അതായത് PG B.Ed കഴിഞ്ഞിട്ട് നമുക്കുള്ള ഒരു നല്ല ടീച്ചിങ് റിലേറ്റഡ് ജോബാണ് ഈ പറയുന്ന VHSC HSST എന്ന് പറയുന്നത് അല്ലേ. സാലറി സ്കെയിൽ വരികയാണെങ്കിൽ 55,200 സ്റ്റാർട്ടിങ് സാലറി വരുന്നത്. ഗസറ്റഡ് പോസ്റ്റ് ആണ്. ദിവ്യക്ക് കിട്ടിയേക്കുന്ന സീനിയർ പോസ്റ്റിലേക്കാണ് അല്ലേ? അതെ മാം, യെസ്. അതെ, അപ്പൊ ആ ഒരു സാലറി സ്കെയിലിൽ ഗസറ്റഡ് പോസ്റ്റിലേക്കാണ് ദിവ്യ ലൈഫിലേക്ക് ചുവട് വെച്ച് കയറുന്നത്. അപ്പം എല്ലാവിധ ആശംസകളും മുന്നോട്ട് നേരുകയാണ്. ഇത് നമ്മുടെ ടോസ് അക്കാഡമിയിലെ സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ദിവ്യേനെ ആദ്യം തന്നെ വെൽക്കം ചെയ്യാണ്. എങ്ങനെ തോന്നുന്നു ദിവ്യ ഈ ഒരു അച്ചീവ്മെന്റ് ലൈഫിലേക്ക് വന്നപ്പോൾ? ദിവ്യ ഒന്ന് ഓക്കെ. മാം, ആദ്യമായിട്ട് എല്ലാ ടോസ് അക്കാഡമിയിലെ ഫാക്കൽറ്റീസിനും അതുപോലെ ദൈവത്തിനും അതുപോലെ എൻ്റെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടോസ് അക്കാഡമിയിൽ ഞാൻ ജോയിൻ ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടിയത് ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം അത് തന്നെയാണ് ഇതിലേക്കുള്ള ഒരു പ്രധാന വഴിയായിട്ട് വന്നത്. ഞാൻ 2011 PG കഴിഞ്ഞത്. 2012 B.Ed കഴിഞ്ഞു. അല്പം ഗ്യാപ്പ് വന്നല്ലോ. ഇപ്പോൾ 2023 ഈ എക്സാം. 22 നോട്ടിഫിക്കേഷൻ വന്നു, 23 എക്സാം. അപ്പോൾ ആ ഒരു 10 വർഷത്തോളമുള്ള ഒരു ഗ്യാപ്പ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ PG കഴിഞ്ഞു എന്നല്ലാതെ വീണ്ടും സീറോ ആയ ഒരു അവസ്ഥ തന്നെയാണ്. 10 വർഷത്തോടുകൂടി നമ്മുടെ കണ്ടന്റ് എല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോയ ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ അതിനെ പുതുതായിട്ട് വീണ്ടും ഒരു 1ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടിയുടെ അതേ ഭാവത്തിൽ തന്നെയാണ് ഞാൻ ടോസ് അക്കാഡമിയിലേക്ക് വന്നത്. അപ്പോൾ ഫാക്കൽറ്റീസ് എല്ലാം വളരെയധികം എന്നെ സപ്പോർട്ട് ചെയ്തു. ഡൗട്ട് ഒരുപാട് ഉണ്ടായിരുന്നു. പുതിയ പോലെ തന്നെയാണ് ഞാൻ പഠിച്ചത്. പുതിയൊരു കുട്ടി ജോയിൻ ചെയ്ത് അതേ രൂപത്തിൽ അപ്പോൾ അതാണ് ഫാക്കൽറ്റീസിനോട് ചോദിച്ചിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും അവരുടെ ഒരു വലിയ സപ്പോർട്ട് കൊണ്ടാണ് എൻ്റെ വീണ്ടും ആ കണ്ടന്റൊക്കെ മനസ്സിലേക്ക് കയറുകയും കൂടുതൽ നമുക്കതിനെ അറിയാൻ പറ്റുകയും അങ്ങനെ ഒരു എക്സാമിനെ പ്രിപ്പയർ ചെയ്തിരിക്കാനുള്ള ഒരു കോൺഫിഡൻ്റ് ആയിട്ട് അതിലേക്ക് എത്താൻ എന്നെ സഹായിച്ചത് തീർച്ചയായിട്ടും ടോസ് അക്കാഡമിയിലെ ഫാക്കൽറ്റീസ് തന്നെയാണ്. അതുകൊണ്ട് വലിയൊരു താങ്ക് യു എല്ലാവർക്കും ഞാൻ പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. താങ്ക് യു. ഓക്കെ, ദിവ്യനെ ജസ്റ്റ് ഒന്ന് പേരും അതേപോലെ എവിടെയാണ് സ്ഥലം, അതേപോലെ ക്വാളിഫിക്കേഷൻ, പഠിച്ച കോളേജുകളൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുമോ? ഓക്കെ, എൻ്റെ പേര് ദിവ്യ. ഞാൻ മലപ്പുറം ജില്ലയിലാണ്, പെരിന്തൽമണ്ണ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഞാൻ ഗവൺമെൻറ് സർവീസിൽ തന്നെയാണ്. 2018 LD ക്ലർക്കായിട്ടാണ് ആദ്യമായിട്ട്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ LD ക്ലർക്കായിട്ടാണ് ആദ്യമായിട്ട് ഔദ്യോഗിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നീട് ഒരു 8 മാസത്തോളം ക്ലർക്കായിട്ട് ജോലി ചെയ്തു. അങ്ങനെ 2019 ജൂണിൽ UPST ആയിട്ട് മലപ്പുറം ജില്ലയിൽ തന്നെ കിട്ടി. ഇപ്പോൾ 5.5 വർഷത്തോളമായിട്ട് UPST ആയിട്ട് വർക്ക് ചെയ്യാണ്. അങ്ങനെ ഒരു അവസരത്തിലാണ് ഒരു ബൈ ട്രാൻസ്ഫർ എന്നുള്ള രീതിയിലേക്ക് ഇങ്ങനൊരു അവസരം എനിക്ക് വന്നത്. ഇതിന് മുന്നേ ഞാൻ HSST ലിസ്റ്റിൽ വന്നിരുന്നു. പക്ഷെ കയ്യിൽ നിന്ന് എന്താ പറയുക
തൊപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ അത് കയ്യിൽ നിന്ന് പോയി. അന്ന് എനിക്ക് വലിയൊരു സങ്കടമായിട്ട് തോന്നിയിരുന്നു. അയ്യോ കിട്ടിയില്ല. ജൂനിയർ പോസ്റ്റ് ആയിരുന്നു അത്, HSST ജൂനിയർ ആയിരുന്നു. ഡയറക്റ്റ് വിളിക്കുമ്പോൾ എപ്പോഴും ജൂനിയർ പോസ്റ്റ് ആണല്ലോ. അപ്പോൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ള വലിയൊരു സങ്കടം ഉണ്ടായി. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോൾ അത് നല്ലതായി എന്ന് തോന്നുകയാണ്. കാരണം ജൂനിയറിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു 10, 13, 14 വർഷം കഴിഞ്ഞാൽ പോലും സീനിയർ പോസ്റ്റിലേക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പ്രൊമോഷൻ പോലുള്ള സബ്ജക്റ്റിന് കിട്ടുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പൊ കറക്റ്റ് സമയത്ത് അത് വിളിക്കുകയും ഞാൻ ടോസിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ഈ ഒരു അവസരത്തിലെത്തി കിട്ടി എന്നുള്ളത് വലിയൊരു സന്തോഷം. ഞാൻ പഠിച്ചത് PG പഠിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ് പഠിച്ചത്. B.Ed ചെയ്തത് ഫാറൂഖ് ട്രെയിനിങ് കോളേജ് കോഴിക്കോടാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. VHSC എക്സാമിന് എത്ര കാലം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു? നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണോ അതോ അല്ലാതെ തന്നെ നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നോ? ഇല്ല, ഇത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ആദ്യം കണ്ടത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇത് ഒരു കോമൺ നോട്ടിഫിക്കേഷൻ ആയിരുന്നല്ലോ. അപ്പോൾ VHSC ജൂനിയർ പോസ്റ്റിലേക്കുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതാണ് ഞാൻ ആദ്യം അയച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന് മുന്നിലുള്ള HSST ഞാൻ വിചാരിച്ചു, അത്രയും പ്രിപ്പയർ ചെയ്ത് പോയിട്ടും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളൊരു വിഷമത്തില് ഞാൻ ഇതും വിചാരിച്ചു, എന്നാ വെറുതെ പോയി എഴുതാം, വലിയ കാര്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ നല്ല ഒരു സർവീസിൽ ഇരിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു വൈ ട്രാൻസ്ഫർ, അത് സീനിയർ വാക്കൻസി ഉണ്ട് എന്ന് ശ്രദ്ധയപ്പെടുകയും അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതൊരു ചാൻസ് ആണ്, ഇനി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടില്ല എന്ന് തോന്നിയപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന ഏതാണ്ട് ഒരു മാസത്തിന്റെ അടുത്തായിട്ടുണ്ട് തോന്നുന്നു. അപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ടോസ് അക്കാഡമിയുടെ ഒരു പരസ്യം എങ്ങനെയോ എൻ്റെ ശ്രദ്ധയിൽ പെട്ടു. അങ്ങനെ ഞാൻ ആ നമ്പറിലേക്ക് വിളിക്കുകയുണ്ടായത്. വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ മരിയ എന്ന് പറഞ്ഞ മാം ആണെന്ന് തോന്നുന്നു, ഫോൺ എടുത്തിട്ട് കാര്യങ്ങളെ കുറിച്ച് ഞാൻ സംസാരിച്ചു. അപ്പോൾ ഒരാഴ്ചത്തോളം ഡെമോ ക്ലാസ് ഉണ്ടാവും, അത് എങ്ങനെയാണെന്ന് ഓക്കെ ആണെങ്കിൽ മാത്രം ചേർന്നാൽ മതി എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അതേപോലെ ഞാൻ അന്ന് മുതൽ ആ ഡെമോ ക്ലാസ് കണ്ടു. എനിക്ക് ഫസ്റ്റ് ക്ലാസ് മുതൽ സത്യം പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെടുക ചെയ്തു. കാരണം ഞാൻ പറഞ്ഞല്ലോ 10 വർഷത്തെ ഏതാണ്ട് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കാനുള്ള പ്രയാസം ഉണ്ടാവും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഡെമോ ക്ലാസ് കണ്ടത്. പക്ഷെ ഡെമോ ക്ലാസ്സിൽ അനീറ്റ മാം എടുത്ത ക്ലാസ്സാണ് ഞാൻ ഫസ്റ്റ് കണ്ടത്, ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ. സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുക ചെയ്തത്. കാരണം ഒരു പ്രയാസവും ഇല്ലാത്ത രീതിയിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു രീതിയായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അപ്പം തന്നെ ആ ദിവസം പറഞ്ഞ പോലെ തന്നെ ഉറപ്പിച്ചു, ഇതിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ ഉറപ്പിക്കുകയും അന്ന് മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഏതാണ്ട് നോട്ടിഫിക്കേഷൻ വന്ന് ഒരു മാസത്തോളം കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ എക്സാമിന് വേണ്ടിയിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ ചെയ്തിരുന്നത്? നമ്മുടെ ഇവിടുത്തെ ക്ലാസ്സുകളുണ്ട്, നമ്മൾ ഇവിടുത്തെ വീക്കിലി എക്സാമുകളൊക്കെ ഉണ്ട്, അല്ലാതെ വേറെ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ചെയ്തിരുന്നോ? സോൾലി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ പഠിച്ചിരുന്നത്? ഞാനിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി സർവീസ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 10 to 4 നമ്മൾ സ്കൂളിലാണല്ലോ. അപ്പോൾ ആ സമയമൊന്നും എനിക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. പിന്നെ വീട്ടിലെത്തിയതിനു ശേഷം ബാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സമയമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം അത് ടോസിൽ ഈ ക്ലാസ്സുകൾ അന്നാന്ന് അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ അന്നേ ദിവസം തന്നെ ഞാൻ കണ്ടു തീർക്കുകയും ആ പറഞ്ഞ അതുപോലെ നോട്ട് ഞാൻ എഴുതിയിരിക്കുകയും ചെയ്തിരുന്നു. കാരണം വെറുതെ കളഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോകുമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ അന്നാമത്തെ ദിവസം ക്ലാസ് കാണും, അത് അതേപോലെ നോട്ടിൽ പകർത്തി എഴുതിയിരിക്കും. കഴിയണതും പറ്റുന്ന പോലെ കുറച്ചധികം ഓവർ ടൈം ഇരുന്ന് അതാത് ദിവസത്തെ പാഠങ്ങൾ പറ്റുന്ന പോലെങ്കിലും ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. പിന്നെ സാറ്റർഡേ സൺഡേ ഒക്കെ ഹോളിഡേ കിട്ടുന്ന സാഹചര്യങ്ങളിലും സ്കൂളിൽ ഒഴിവ് കിട്ടുന്ന സമയത്തും ആ പാഠഭാഗങ്ങളെ കവർ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിരുന്നു. പിന്നെ നമ്മുടെ ടോസിന്റെ പ്രത്യേകത, ആ ഒരു ടോപ്പിക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഒരു എക്സാം വരുമല്ലോ, എക്സാം ഇടാറുണ്ടല്ലോ. അത് അറ്റൻഡ് ചെയ്ത് നോക്കും. ആദ്യത്തെ പ്രാവശ്യമൊക്കെ വളരെ ഫ്ലോപ്പായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്കത് പഠിച്ചെത്താൻ എനിക്കുള്ള ബുദ്ധിമുട്ടുണ്ടോ എന്താ
അത് അറ്റൻഡ് ചെയ്ത് വരുമ്പോൾ മാർക്ക് കുറവായിരുന്നു. അപ്പം ഞാൻ അപ്പം തന്നെ അതിൻ്റെ ഫാക്കൽറ്റീസിനെ വിളിച്ച് സംശയം ചോദിക്കാറുണ്ടായിരുന്നു. ഒരുപാട് സംശയം ചോദിച്ചിട്ടുണ്ട്. അവരപ്പം തന്നെ അത് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും അതേ എക്സാം തന്നെ വീണ്ടും വീണ്ടും അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടി വരും. അതുപോലെ തെറ്റുകളുടെ എണ്ണം കുറഞ്ഞ് പോസിറ്റീവായിട്ട് കൂടുതൽ ശരികളുടെ എണ്ണം കൂട്ടി വന്നു. പൂർണ്ണമായിട്ട് എനിക്ക് പറയാൻ പറ്റും ടോസ് അക്കാഡമിയിലെ ക്ലാസ് തന്നെയാണ് എൻ്റെ ഒരു എക്സാമില് ഒരു വിജയത്തിന് പ്രധാനം തന്നെ എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പം ദിവ്യ മുമ്പും എക്സാംസ് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ? അപ്പം മുമ്പ് HSSTക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് ടോസ് അക്കാഡമിയിലെ കോച്ചിങ് ദിവ്യക്ക് എന്തെങ്കിലും യുണീക്ക് ആയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ടോസ് അക്കാഡമിയിൽ അന്ന് ഞാനൊരു ഡയറക്റ്റ് കോച്ചിങ് ആയിരുന്നു കേട്ടോ. അതിന് മുന്നത്തെ ചെയ്തത് നേരിട്ട് പോവുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക, തിരിച്ചു വരിക, ആ രൂപത്തിലുള്ളതായിരുന്നു. പക്ഷെ ഇതിപ്പോ നമുക്ക് ഓൺലൈൻ രീതിയാണ് ആയിരുന്നല്ലോ. ടോസ് അക്കാഡമിയിൽ ഓൺലൈനാണ്. പക്ഷെ എനിക്കിത് കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ട് തോന്നി. കാരണം ഇപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ മാറിയൊരു സാഹചര്യത്തിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും ആപ്റ്റ് ആയത് ഒരു ഓൺലൈൻ കോച്ചിങ് മാത്രമായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ സാധ്യതകളും വളരെ നന്നായി രീതിയിൽ തന്നെയാണ് ടോസ് അക്കാഡമിയിൽ ഡീൽ ചെയ്തിരുന്നത്. നമുക്ക് ഇൻഡിവിജ്വൽ പേഴ്സണൽ അറ്റൻഷൻ ഓരോ കുട്ടിക്കും കിട്ടുന്ന രീതിയിൽ തന്നെയായിരുന്നു ഫാക്കൽറ്റീസിന്റെ ഡീലിങ്സ് എല്ലാം. അതായത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും ഇടയ്ക്കിടയ്ക്ക് അനിറ്റ മാം എല്ലാം പേഴ്സണലായിട്ട് തന്നെ മെസ്സേജ് അയച്ചിട്ട് എങ്ങനെയുണ്ട് പഠിത്തം എങ്ങനെയുണ്ട് ആ രൂപത്തിൽ നല്ലവണ്ണം മോട്ടിവേറ്റ് ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് വീണ്ടും വീണ്ടും പഠിക്കാനുള്ള ഒരു പ്രചോദനം അങ്ങനെ തന്നെ കിട്ടിയിരുന്നു. അതുപോലെ ഡൗട്ട് ക്ലിയറൻസ്, അതുപോലെ എക്സാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ടോപ്പിക്കിന്റെ എക്സാം എത്ര തവണ വേണമെങ്കിലും എഴുതായിരുന്നു. ഇതൊക്കെ മറ്റ് ഇതിന് മുന്നേ ഞാൻ പോയ സ്ഥാപനത്തിൽ നിന്നും വ്യത്യാസമായിട്ടാണ് എനിക്ക് ഇതിൽ തോന്നിയത്. അപ്പോൾ എല്ലാം കൊണ്ട് ടോസിന്റെ രീതി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഓൺലൈൻ പറ്റുന്നവർക്ക് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ടോസ്. ഓക്കെ, അപ്പം നമ്മളിപ്പം ദിവ്യ പഠിച്ചു, എക്സാം വന്നു, പ്രിപ്പയർ ചെയ്തു. ഒരു PSC എക്സാം അപ്രോച്ച് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിന് റാങ്ക് ലിസ്റ്റിൽ കയറാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ദിവ്യന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? കാരണം ഇപ്പൊ ഇവിടെ നമ്മുടെ കുട്ടികൾ കൂടുതലും സെറ്റ് എക്സാം, ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം ഒക്കെയാണ് നമ്മുടെ ഇവിടെ കോച്ചിങ് എടുക്കുന്നവര്. പിന്നെ ഇപ്പൊ സയന്റിഫിക് ഓഫീസർ ഒക്കെയാണ് നമുക്ക് PSC റിലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ BEd കഴിഞ്ഞ് ഉള്ള കുട്ടികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ജനറൽ PSC എക്സാമുകൾക്ക് അധികം പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരു PSC എക്സാമിനെ അപ്രോച്ച് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടീസ് ഇവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം റാങ്ക് ലിസ്റ്റിൽ പെടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം? അതായത് പ്രിപ്പറേഷന്റെ സമയം ഓൾമോസ്റ്റ് ഇപ്പൊ പറഞ്ഞു, ആ ഒരു എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻസിനെ ഡീൽ ചെയ്യണം, ആ ടൈം എങ്ങനെ മാനേജ് ചെയ്യണം, നമ്മുടെ പ്രഷർ എങ്ങനെ മാനേജ് ചെയ്യണം, ഷെയർ ചെയ്യാവോ? അതായത് എന്നെ സംബന്ധിച്ച് ഒരുപാട് എക്സാം എഴുതി പരിചയം. ജനറൽ PSCക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നത് കൊണ്ട് ജനറൽ ഏരിയ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ഈസി ആയിരുന്നു. കാരണം കുറെ LDCയിൽ ഞാൻ വളരെ മുന്നിലുള്ള റാങ്കിലായിരുന്നു വന്നിരുന്നത്. അതുപോലെ ഒരുപാട് ഒരു 6-7 റാങ്കിൽസ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി തുടങ്ങിയ ഒരുപാട് റാങ്കിൽസിൽ വന്നതുകൊണ്ട് ജനറൽ ഏരിയ നല്ലോണം അത്യാവശ്യം കോൺഫിഡന്റ് ആയിരുന്നു ഞാൻ. പിന്നെ ഇപ്പൊ നമ്മുടെ ഈ HSST VHSC പോലുള്ള അധികം നല്ല ചോദ്യങ്ങൾ അത് ഉറപ്പായിട്ടും അതിന്റെ കട്ട് ഓഫ് ഒരു പരിധിക്കപ്പുറം കൂടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഒരു 35-40 എബോ ഒരു കട്ട് ഓഫ് വരാൻ യാതൊരു സാധ്യതയും ഇല്ല. അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത ഒരാളെ സംബന്ധിച്ച് ആ ക്വസ്റ്റ്യൻ ഒരു വട്ടം ഒന്ന് ഓടിച്ചു വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ്ട് ഇതിന്റെ കട്ട് ഓഫ് റേഞ്ച് എങ്ങനെ വരും എന്നുള്ളത്. അപ്പൊ ഞാനിപ്പോൾ എക്സാം എഴുതിയപ്പോൾ കട്ട് ഓഫ് പോവില്ല എന്നുള്ളത് ഉറപ്പിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എഴുതുന്നത് അനാവശ്യമായിട്ട് എഴുതി വെച്ച് 70-80 ചെയ്തിട്ട് യാതൊരു കാര്യവും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് അറിയുന്ന 40 എണ്ണാണെങ്കിൽ അല്ലെങ്കിൽ 50 എണ്ണാണെങ്കിൽ ആ അറിയുന്ന ആ എണ്ണം മാത്രം എഴുതി നമ്മൾ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് തോന്നിയിട്ടുള്ളത്. ഇതിന് മുന്നേ ഞാൻ വന്ന ലിസ്റ്റുകളൊക്കെ ഞാൻ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത്. നമ്മളുടെ ഒറ്റ റൗണ്ട് അറ്റൻഡ് ചെയ്യുകയും സെക്കൻഡ് കൂടിയ
പറ്റുന്ന അത്ര ഉണ്ടെന്ന് മാത്രം അറ്റൻഡ് ചെയ്ത് നമ്മൾ ആ പരീക്ഷ അവിടെ നിർത്തുകയാണ് നല്ലത്. ആ അവസാനത്തെ ഒരു 15 മിനിറ്റ് നമുക്കും തോന്നും അയ്യോ ഇത് വളരെ കുറഞ്ഞു പോയല്ലോ, നമുക്ക് കുറച്ച് എഴുതാമെന്നുള്ള രീതിയിൽ പിന്നെ നമ്മൾ ബബിൾ ചെയ്യുന്ന മൊത്തം തെറ്റാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ നെഗറ്റീവ് ഒരുപാട് വരികയും നമ്മൾ കട്ട് ഓഫിലും വരില്ല എന്ന് മാത്രമല്ല നമുക്ക് അവിടെ ഒന്നും എത്താൻ സാധിക്കില്ല. റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും അവസാനത്തെ ആളായിട്ട് പോലും നമുക്ക് അതിൽ വരാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം പഠിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒരു ധാരണ വെച്ച് ശരികൾ മാത്രം എഴുതുക. ശരി എഴുതണം എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എക്സാം എഴുതി പരിശീലിക്കണം. നന്നായി പരിശീലിച്ചെങ്കിലേ നമുക്ക് നെഗറ്റീവ്സിന്റെ എണ്ണം കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആകെ 40 എണ്ണം മാത്രമാണ് ഇതിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അതാണ്ട് 40 എണ്ണം. കാരണം അത്രയും ഒരു ടഫ് എക്സാം ആയതുകൊണ്ട്, കാരണം അറിയുന്ന ഉറപ്പ് തോന്നിയ മാത്രമാണ് അറ്റൻഡ് ചെയ്തത്. അതിൽ തന്നെ പിന്നെ നമുക്ക് ചില ക്വസ്റ്റ്യനൊക്കെ ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ വീണ്ടും നമ്മൾ താഴത്തോട്ട് പോകും. അപ്പോൾ ഈ അതൊന്ന് മനസ്സിലാക്കിയാൽ എക്സാമിനെ നമ്മൾ നന്നായി മനസ്സിലാക്കണം. ഒരു കട്ട് ഓഫ് റേഞ്ച് ഒക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ ഏതാണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ എഴുത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് അനാവശ്യ നെഗറ്റീവുകൾ ഒഴിവാക്കിയാൽ തന്നെ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പൊ PSC നമുക്കിത് ഇന്റർവ്യൂ ഉള്ള എക്സാം ആയിരുന്നു അല്ലേ? അതെ അതെ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂയുടെ എക്സ്പീരിയൻസ്? ഇന്റർവ്യൂ സത്യം പറഞ്ഞാൽ വളരെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ. PSC ഇന്റർവ്യൂ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാനിതിന് മുന്നേ കുറച്ച് PSC ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. PSC ഇന്റർവ്യൂ വലിയൊരു സംഭവമായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല സത്യത്തിൽ. കാരണം എന്തായാലും ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് ഞാൻ ഒരുപാട് റാങ്ക് ലിസ്റ്റ് ഞാൻ പരിശോധിച്ച് നോക്കി. മിനിമം 11, 12, 13 ഈ മാർക്കുകൾ മാത്രമേ അവർക്ക് ഇടുള്ളൂ. മിനിമം 11, മാക്സിമം 13. ഇതാണ് PSC ഇന്റർവ്യൂവിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ ഫിസിക്സിനെ പോലെ സബ്ജക്റ്റ് ആണെങ്കിൽ ബേസിക് കണ്ടന്റ് അറിഞ്ഞു പോവാം. VHSC അങ്ങനെ ഉണ്ടായത്. ബേസിക് സ്ഥാനം +2 പഠിപ്പിക്കുന്ന സ്ഥാനങ്ങൾ ബേസിക് ആയിട്ടുള്ളത് എന്താണോ അത് മാത്രമാണ് അവർ ചോദിച്ചത്. പിന്നെ ക്ലാസ് എടുക്കുന്ന രീതി ഇതിന് മുന്നത്തെ HSST ഞാൻ വന്നപ്പോൾ ക്ലാസ് എടുപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടോപ്പിക്ക് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാനാണ് അവർ പറഞ്ഞത്. പക്ഷെ ഇപ്രാവശ്യത്തെ ഇന്റർവ്യൂവിനെ സംബന്ധിച്ച് ക്ലാസ് ഒന്നും എടുപ്പിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു 10 മിനിറ്റ് അടുത്ത് 10 മിനിറ്റ് ഉണ്ടാവില്ല ഏതാണ്ട്. അതിലൊരു ബേസിക് കണ്ടന്റ് ചോദിച്ചു. പിന്നെ ഒരു PSC മെമ്പർ ഉണ്ടാവും. അവര് നമ്മുടെ ജനറൽ ആയിട്ടുള്ള നമ്മൾക്ക് വർക്ക് ചെയ്യാനെ കുറിച്ചും അതുപോലെ പൊതുവായ ചില കാര്യങ്ങൾ ചോദിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതായത് കൂടുതൽ ഹാർഡായിട്ടുള്ളതോ അങ്ങനെ ചോദിക്കില്ല. കാഷ്വൽ ടോക്ക് മാത്രമേ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുള്ളൂ. പിന്നെ സബ്ജക്ട് എക്സ്പേർട്ട് ആണ് ബേസിക് കണ്ടന്റ് പ്രാവശ്യം ചോദിച്ചു. ബേസിക് കണ്ടന്റ് വെറും +2 ലെവലിനെ വെച്ച് മാത്രമേ ചോദിച്ചുള്ളൂ. ഡിഗ്രി ലെവലോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കോ ഒന്നും ഇപ്രാവശ്യത്തെ ഇന്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. ഈ ദിവ്യക്ക് ഇനി ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ജസ്റ്റ് എന്താണ് ഒരു പ്രിപ്പറേഷൻ, ഒരു ടിപ്പോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. പഠിക്കുന്ന ഡ്യൂറേഷന്റെ ടൈം ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ഇപ്പൊ 6 മാസം ആണെങ്കിൽ ആ ഒരു ടൈം നമ്മൾ പല തവണ നമ്മൾ ഡൗൺസിലേക്ക് പോകും അല്ലെ, ഇത് വേണ്ട നിർത്താം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ദിവ്യക്കും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെ ഇതൊക്കെ ഓവർകം ചെയ്യണം, ആ ഒരു രീതിയിൽ എന്തെങ്കിലും ഒക്കെ ഒരു ടിപ്പ് കുട്ടികൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. അതായത് നമുക്ക് ആദ്യം വേണ്ടത് നമ്മള് PSCയിലേക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ച് ഇറങ്ങുന്ന ആള് ഒരു 2 വർഷത്തോളം എന്നുള്ള ഒരു കാലാവധി മനസ്സിൽ കാണാം. 2 വർഷത്തിനുള്ളിൽ ഞാനൊരു ജോലിയിൽ എത്തും എന്നുള്ള എന്ന് ഒരു ഗോൾ സെറ്റ് ചെയ്യാം. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ PSC ആണ് ഇന്ന് എഴുതി നാളെ റിസൾട്ട് വരിക അങ്ങനെയുള്ള രീതികളൊന്നും ഇല്ല. കാരണം ഒരു നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണം. അത് കഴിഞ്ഞ ഒരു എക്സാം ആയി ഷോർട്ട് ലിസ്റ്റ് വന്ന് ആകുമ്പോഴേക്കും ഉറപ്പാണ് 2 വർഷത്തിന്റെ അപ്പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ കാണാം ഇത് ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല, എന്താണോ കിട്ടുന്നത് അതുവരെ ഞാനിതിലേക്ക് മെനക്കെടാൻ തയ്യാറാണ് എന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും ഇതുപോലുള്ള ഓൺലൈൻ ക്ലാസ്സുകളാണെങ്കിൽ അതാത് ദിവസം ആ ക്ലാസ്സിൽ എടുക്കുന്ന കണ്ടന്റ് നമ്മൾ അന്ന് തന്നെ ഒരു ഏതാണ്ട് ഒരു ഐഡിയ ആക്കും. എന്നിട്ട് ഓരോ
വരുന്ന എക്സാമുകളെ നമ്മൾ കുറേ കൂടി കോൺഫിഡൻ്റ് ആയിട്ട് ഫേസ് ചെയ്യാൻ പഠിക്കും. ഒരിക്കലും നമ്മൾ ഒരു എക്സാം ശരിക്കും എഴുതിയിട്ട് അത് ഫെയിലായി എന്ന് വെച്ചിട്ട് അവിടെ നിർത്താതെ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എന്നെ സംബന്ധിച്ച് ഉറപ്പായിട്ടും അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ആദ്യത്തെ അറ്റംപ്റ്റ് ഫെയിലായി, അങ്ങനെ ഒരുപാട് ഫെയിലിയേഴ്സ് വന്ന് അതിനങ്ങനെ തറവായിട്ടാണ് നമ്മൾ പിന്നീട് റാങ്ക് ലിസ്റ്റിലേക്ക് വരിക. പിന്നീട് നമ്മളൊരു ഹൈ പീക്ക് പോയിന്റിലേക്ക് നമ്മൾ പഠിച്ചെത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ എഴുതുന്ന എല്ലാ എക്സാമിലും നമ്മൾ വരും എന്നുള്ളത് ഉറപ്പാണ്. അത് 100% ഉറപ്പാണ്. പിന്നെ വരുന്ന എല്ലാ എക്സാമിലും നമ്മൾ ഏതാണ്ട് ഒരു 50-ന്റെ 60-ന്റെ ഇടയിൽ റാങ്കിൽ തന്നെ നമ്മൾ വരാൻ സാധ്യത വരും. അപ്പോൾ ഇങ്ങനെ ഒരു ഉറപ്പോട് കൂടി ഞാനിത് കിട്ടിയതിന് ശേഷം മാത്രമേ ഈ പഠിക്കൽ നിർത്തുള്ളൂ എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ ഉറപ്പായിട്ടും നമ്മളെ എവിടെയും നമുക്ക് മനസ്സിന് സങ്കടം ഒന്നും വരില്ല. നമ്മൾ പോസിറ്റീവായിട്ട് കിട്ടുന്നത് വരെ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു ദിവ്യ. അപ്പം ദിവ്യയുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്തു. അപ്പൊ ദിവ്യക്ക് ഒത്തിരി മുമ്പോട്ട് ഒത്തിരി സക്സസ് നേരുന്നു. ദിവ്യ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. അച്ഛന്റെ അമ്മയുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്നെ ഒരു ഗസറ്റഡ് പോസ്റ്റിൽ കാണണം എന്നുള്ളത്, അല്ലെ? അപ്പം തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹവും ഉണ്ട്, ദിവ്യയുടെ അധ്വാനവും അതിനകത്തുണ്ട് തീർച്ചയായിട്ടും. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. മുന്നോട്ടും ഇതേപോലെ മറ്റ് ഏത് ഫീൽഡിനാണേലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അധ്വാനിച്ച് തന്നെ നേടാനുള്ള ദിവ്യയുടെ മനസ്സിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു കേട്ടോ. കാരണം ഒത്തിരി പേരുണ്ട് നമ്മുടെ ഇവിടെ പല കോച്ചിങ്ങിലും ജോലിയാണ്, പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പല രീതിയിൽ കുട്ടികൾ എക്സ്ക്യൂസുകൾ പറയാറുണ്ട്. നമ്മളിങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കേൾക്കാം, ജോലിയാണ്, അല്ലെങ്കിൽ പഠിക്കുകയാണ്, അങ്ങനെ വർക്കുണ്ട്, ഇങ്ങനെ വർക്കുണ്ടെന്ന്, അല്ലെ? അപ്പൊ എന്ത് വർക്കുണ്ടെങ്കിലും നമ്മുടെ സിറ്റുവേഷൻ എന്താണെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ഒരു എയിം ഉണ്ട്, നമുക്കത് വേണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ആവശ്യമാണ്, അല്ലെ? നമ്മൾ എത്രത്തോളം നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിക്കും എന്നുള്ളൊരു ഫാക്ടർ. അപ്പൊ അതെല്ലാവരും മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നമ്മുടെ മുൻപിൽ നമ്മുടെ കൂടെ പഠിച്ചവരുണ്ട് നിങ്ങൾക്ക് മുൻപിൽ, നിങ്ങൾക്ക് വഴികാട്ടികളായിട്ട്. അപ്പൊ തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് എന്ന് മാത്രമേ ഇതിനൊരു ആൻസർ ഉള്ളൂ, അല്ലെ? ഏത് പി എസ് സി എന്നല്ല, എന്തുവാണേലും നമ്മുടെ മുമ്പിൽ ഒരു എയിം ഉണ്ടെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ മുൻപിൽ ഹാർഡ് വർക്ക് മാത്രമേ ഉള്ളൂ, അല്ലെ? ഇപ്പൊ പഠിക്കാൻ നമുക്ക് താല്പര്യമില്ല, സ്പോർട്സ് ഫീൽഡിനാണെങ്കിൽ അതിനും അവർ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലെ? രാവിലെ നമ്മളെല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അവർ അതിൻ്റെതായ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആരും ഒന്നും വെറുതെ നേടുന്നില്ല. തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് തന്നെയാണ് അതിൻ്റെയൊക്കെ പിന്നിലെ ഫാക്ടർ. പിന്നെ ഹാർഡ് വർക്ക് പോലെ തന്നെ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെ? ഇപ്പൊ ദിവ്യ പറഞ്ഞു, നമുക്ക് എന്താണോ ഈ ജോലി കിട്ടുമെന്ന് നമ്മൾ ഉറപ്പിക്കുന്ന ആ ഒരു ടൈമിലെ നിങ്ങൾ പഠനം നിർത്താവുള്ളൂ. അതാണ് ഏറ്റവും വലിയ കീ ഫാക്ടർ. കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുക, അത് സ്മാർട്ടായിട്ട് ചെയ്യുക. അപ്പൊ നിങ്ങളൊരു അക്കാഡമിയിൽ ജോയിൻ ചെയ്യുമ്പോൾ, ഇപ്പൊ ടോസ് അക്കാഡമി ആണെങ്കിലും ഏത് അക്കാഡമിയിലാണെങ്കിലും ജോയിൻ ചെയ്യുമ്പം അവർ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർഡ് വർക്കിന് സ്മാർട്ട് വർക്ക് ആക്കാനുള്ള കുറേ ഹെൽപ്പുകൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടും. അത് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഹാർഡ് വർക്ക് ചെയ്യാന്നുള്ളത് നിങ്ങളുടെ മുകളിലുള്ള ബാധ്യതയാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം. തീർച്ചയായിട്ടും കൺസിസ്റ്റൻസിയോട് കൂടി ഹാർഡ് വർക്ക് ചെയ്താൽ, സ്മാർട്ടായിട്ട് ചെയ്താൽ എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ലൈഫിൽ നേടിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് പഠനവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇങ്ങനത്തെ ജോലികളും കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും എല്ലാവർക്കും പറ്റും. കുറെ പേര് റിസർവേഷനും കാര്യങ്ങളും ഒക്കെ പറയാറുണ്ട്, അല്ലെ? അതൊന്നും ഒരു ഫാക്ടറേ അല്ല. ജനറൽ കാറ്റഗറി ആയിക്കോട്ടെ, റിസർവേഷൻ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, എന്തുവാണേലും നമ്മളൊരു എയിം വെച്ചിട്ട് നമ്മൾക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ കൂടെ നിന്ന് ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും പറ്റുമെന്ന് ചിന്തിക്കുക, നന്നായിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ദിവ്യക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. മറ്റുള്ളവർക്ക് ദിവ്യ എന്നും ഒരു മോട്ടിവേഷൻ ആയിട്ട് നിലനിൽക്കട്ടെ. എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക. ലൈഫിൽ നിങ്ങളുടെ എയിം, ഡ്രീംസ് എന്താണോ അതൊക്കെ അച്ചീവ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു കേട്ടോ, നമ്മുടെ ഇന്നത്തെ ഒരു ലൈവ് സെഷനിൽ ജോയിൻ ചെയ്തത്. ദിവ്യക്ക് പ്രത്യേക താങ്ക്സ്. കാരണം നമ്മൾ വിജയിക്കുന്നതിനേക്കാളും നമ്മൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് മോട്ടിവേഷനും കൂടെ ആവുന്നുണ്ട്, അല്ലെ? അപ്പൊ അതിന് മനസ്സ് കാണിച്ചതിന് ദിവ്യക്ക് താങ്ക് യു കേട്ടോ. താങ്ക് യു മാം. ടോസ് അക്കാഡമിക്ക് എൻ്റെ എല്ലാവിധ ഹൃദയം നിറഞ്ഞ നന്ദിയാണ് ഞാൻ രേഖപ്പെടുത്തുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിലേക്കൊരു വഴി എനിക്ക് തുറന്നു തന്നത് തീർച്ചയായിട്ടും ഈ ടോസ് അക്കാഡമി തന്നെയാണ്. താങ്ക് യു ഓൾ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക്
ഓക്കെ, അപ്പൊ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു.